ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 2 മണി മുതൽ കേരളത്തിലെ എല്ലാ ജയിലുകളിലും പോലീസും ജയിൽ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ സംയുക്തമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജയിലിനകത്ത് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പലരും അവിടെ വിൽക്കുന്നുണ്ട് എന്നുള്ള പരാതി കിട്ടിയതിൻ്റെ വെളിച്ചത്തിലാണ് ജയിൽ അധികൃതരും പോലീസും ചേർന്ന് ഈ സെർച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്ല, എൻ്റെ തീരുമാനം ഇന്നലെ UDF കൺവീനർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന് ശക്തി കൂട്ടിക്കൊണ്ട് ഫ്രീ റോൾ കോണുകൾ, അതായത് ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെ കുട്ടികൾക്ക് എത്തുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അത് നിയമപരമായി എന്താണ് അതിൽ ആഭ്യന്തര? അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ചോദിച്ചത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഈ ഡെലിവറി ബോയ്കളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ മയക്കുമരുന്ന് വ്യാപനം ശക്തമായി തന്നെ നേരിടും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഈ കോഴിക്കോട് ഉണ്ടായ സംഭവം തന്നെ, അധ്യാപകർ ഉൾപ്പെട്ട സംഭവം തന്നെ വളരെ ഗൗരവമുള്ളതാണ്. അതിനകത്തൊരു ഡെലിവറി ബോയിയുടെ സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഡെലിവറി രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറണം. ഇത് ശരിയല്ല. ഈ ലഹരിയുടെ വ്യാപനത്തിന് നിങ്ങൾ കരുക്കളായി മാറുന്നത് ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള പ്രചരണം, ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.